നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓൺലൈൻ ക്ലാസ്സുകൾക്കും മീറ്റിംഗിനുമായി വെബ്കാം മേടിച്ച് ക്യാഷ് കളയാൻ വരട്ടെ. ഈ ഒരു കിടിലൻ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇനി മുതൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ വെബ്കാമായി ഉപയോഗിക്കാനായി സാധിക്കും. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് ഈ വീഡിയോ മുഴുവനായി കാണുക. സമയം കളയേണ്ട, പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് വേർഷനാണോ എങ്കിൽ അതിൻ്റെ പ്ലേ സ്റ്റോറിൽ ചെല്ലുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൻ്റെ സ്ക്രീനാണ്. പ്ലേ സ്റ്റോറിൻ്റെ സ്ക്രീനിൽ ഏറ്റവും ടോപ്പിൽ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ സെർച്ച് ഓപ്ഷനിൽ ഡ്രോയിഡ് ക്യാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. DROIDCAM ഡ്രോയിഡ് ക്യാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷനകത്ത് ഡ്രോയിഡ് ക്യാം വയർലെസ് വെബ് ക്യാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഡ്രോയിഡ് ക്യാം നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡെവലപ്പർ മോഡിലാക്കുക. എങ്ങനെയാണ് ഡെവലപ്പർ മോഡിലാക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സിൽ ചെല്ലുക. സെറ്റിങ്സിൽ ചെന്നതിന് ശേഷം അവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫോണിൻ്റെ ബ്രാൻഡ് മാറുന്നതനുസരിച്ച് എബൌട്ട് ഫോൺ എന്ന് പറയുന്നത് ഷോ ചെയ്യുന്ന ഓർഡർ ചേഞ്ച് ചെയ്തേക്കാം. എൻ്റെ ഫോണിൽ ഏറ്റവും ടോപ്പിലാണ് എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഞാൻ എബൌട്ട് ഫോൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അതിൽ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ഒരു 7 to 8 ടൈംസ് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. 7 to 8 ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ ഡെവലപ്പർ മോഡായി മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ഫോൺ ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിന് പെട്ടെന്ന് മോഡ് മാറി എൻ്റെ ഫോൺ ഡെവലപ്പർ മോഡിലോട്ട് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്രീൻ എക്സിറ്റ് ചെയ്യാം. എൻ്റെ സ്ക്രീൻ എക്സിറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഫോൺ ഡെവലപ്പർ മോഡിലായി. തേർഡ് സ്റ്റെപ്പ് USB ഡീബഗ്ഗിംഗ് ഓപ്ഷൻ ആക്ടിവേഷൻ ആണ്. അതിനായി നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ ചെല്ലുക. സെറ്റിംഗ്സ് ഓപ്ഷനിൽ വന്നതിന് ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന സെർച്ച് ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക USB ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഞാൻ USB ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പം ഡെവലപ്പർ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിനാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഡെവലപ്പർ മോഡിലോട്ട് ചേഞ്ച് ചെയ്ത്. ഡെവലപ്പർ മോഡിൽ ചേഞ്ച് ചെയ്താൽ മാത്രമേ USB ഡീബഗ്ഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ ഡെവലപ്പർ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയി. അതിൽ ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ അവിടെ USB ഡീബഗ്ഗിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനിക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ആക്റ്റീവ് ആയിരുന്നു. ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കത് വർക്ക് ചെയ്യണമെങ്കിൽ അത് ആക്റ്റീവ് ആക്കി കൊടുക്കുക തന്നെ ചെയ്യണം. യെസ്, അപ്പോൾ ഞാനത് ആക്റ്റീവ് ആക്കിയാണ്. അപ്പോൾ ഒരു മെസ്സേജ് വന്നു. ഞാൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ ചെയ്യേണ്ട 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഡ്രോയിഡ് ക്യാം ഇൻസ്റ്റാൾ ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെവലപ്പർ മോഡിലാക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ. തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ USB ഡീബഗ്ഗിംഗ് ആക്ടിവേറ്റ് ആക്കുക. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഡ്രോയിഡ് ക്യാം ക്ലൈന്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. യെസ്, ഡ്രോയിഡ് ക്യാം ക്ലൈന്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ സെർച്ച് ഓപ്ഷൻസ് കിട്ടും. അതിൽ നിന്ന് വിൻഡോസിന്റെ ഡൗൺലോഡിംഗ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഫസ്റ്റ് കിടക്കുന്ന www.dev47app.com എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൊണ്ട് ഡ്രോയിഡ് ക്യാം ക്ലൈന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ അത് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ക്ലിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് കിട്ടും. ആ ഇന്റർഫേസിനകത്തുനിന്ന് നിങ്ങൾ ഈ കാണുന്ന പോലെ ഡ്രോയിഡ് ക്യാം ക്ലൈന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഡ്രോയിഡ് ക്യാം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ആപ്ലിക്കേഷനും നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഫയൽ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനും അങ്ങനെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രോയിഡ് ക്യാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ.
അങ്ങനെ എന്താണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എന്റെ ഡ്രോയിഡ് ക്യാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഡ്രോയിഡ് ക്യാമും നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രോയിഡ് ക്യാമിന്റെ ഐക്കൺ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. യെസ്, ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഫോണും ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം, അതാണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. അടുത്തതായി എങ്ങനെയാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് നോക്കാനായി പോകുന്നത്. അതിനെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് USB കേബിളാണ്. USB കേബിളിനായി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ചാർജർ ലഭിക്കാറുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ചാർജറുകളെല്ലാം USB ചാർജറുകളാണ്. ഈ കാണുന്ന പോലെ ഒരു USB ചാർജർ എനിക്ക് ലഭിച്ചു. ഈ USB ചാർജർ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ USB ചാർജറിൻ്റെ കേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മൊബൈൽ ഫോണ് ലാപ്ടോപ്പുമായിട്ട് അല്ലെ ഡെസ്ക്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്തതായി എൻ്റെ മൊബൈൽ ഫോൺ USB കേബിൾ യൂസ് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജിനകത്ത് പറയുന്നത് USB കേബിളുമായിട്ട് ബന്ധപ്പെട്ട് നോ ഡാറ്റ ട്രാൻസ്ഫർ, ഫയൽ ട്രാൻസ്ഫർ, ട്രാൻസ്ഫർ ഫോട്ടോസ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നോ ഡാറ്റ ട്രാൻസ്ഫറോ ഫയൽ ട്രാൻസ്ഫറോ ഏത് ഓപ്ഷൻ കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ നോ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫോൺ ലാപ്ടോപ്പുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രോയിഡ് ക്യാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പം ഈ കാണുന്നത് പോലെ ഡ്രോയിഡ് ക്യാമിൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ക്യാമറയുടെ സിമ്പൽ കാണാം. ഇതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ 2 ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ക്യാമറയെ സംബന്ധിക്കുന്ന. ബാക്ക് ക്യാം യൂസ് ചെയ്യണോ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്യണോ എന്നുള്ളത്. ഞാനിവിടെ ബാക്ക് ക്യാം ആണ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ബാക്ക് ക്യാം സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ലാപ്ടോപ്പിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രോയിഡ് ക്യാമിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡ്രോയിഡ് ക്യാമിൻ്റെ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഐക്കണാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലത്തെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഈ സ്ക്രീനകത്ത് ഡ്രോയിഡ് ക്യാമിൻ്റെ ക്ലയൻറ്റ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായി ചെയ്യാനുള്ളത് എൻ്റെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സ്ക്രീനും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലാപ്ടോപ്പിനകത്ത് വന്നിരിക്കുന്ന സ്ക്രീനിൽ ഒരു റിഫ്രഷ് ബട്ടൺ നിങ്ങൾക്ക് കാണാം. എൻ്റെ മൗസ് പോയിന്ററിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്. ഈ റിഫ്രഷ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഫോണിൻ്റെ നെയിം ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. റെഡ്മി നോട്ട് 7S എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോണിൻ്റെ ഡിവൈസ് നെയിം ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നിങ്ങൾ ഏത് ഫോണാണോ കണക്ട് ചെയ്യുന്നത് ആ ഫോണിൻ്റെ നെയിം ഇവിടെ വരും. 1-2 മിനിറ്റ് ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടത് വരും, അല്ല 2 പ്രാവശ്യം ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഫോൺ എന്താണ് ഇവിടെ കണക്ട് ചെയ്തതായിട്ട് കാണിക്കും. ഇനി എല്ലാവരും എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ലാപ്ടോപ്പിലുള്ള ഡ്രോയിഡ് ക്യാം ക്ലയൻറ്റിൻ്റെ ആ ഡയലോഗ് ബോക്സിലെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ആ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൽ എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആയിരിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ ബാക്ക് ക്യാം ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാക്ക് ക്യാമിൽ കാണുന്ന അതേ കാര്യമാണ് നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിലെ ഡ്രോയിഡ് ക്യാമിൻ്റെ ആ സ്ക്രീനിലും കാണുന്നത്. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്ക്രീനിലെ ഇമേജും ചേഞ്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ മൊബൈൽ ഫോൺ എങ്ങോട്ട് മാറ്റുന്നോ അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലും കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമോ ബാക്ക് ക്യാമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ലൈറ്റ് ഓഫ് ആയാലും ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫായി, പക്ഷേ ക്യാമറ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ക്യാമറ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിന്റെയോ ലാപ്ടോപ്പിന്റെയോ വെബ്കാമായി മാറ്റാൻ സാധിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.